അപ്പോൾ നമ്മളിവിടെ ബിരിയാണി, പിന്നെ അതുപോലെ മസാലകൾ, അതുപോലെ എഡ്യൂക്കേഷൻ, മിഷനറികൾ, ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ്. നമ്മളോട് പ്രധാനമായിട്ട് നമ്മൾ ഈ ഓഫീസിലുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോളിങ്ങിനേക്കാൾ ടെലിക്ലോസിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഇപ്പോൾ ടെലിക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഹണ്ടിങ് ചെയ്യാം. ഹണ്ടിങ് മെത്തേഡാണ് മുമ്പ് ഉണ്ടായിരുന്നത്. പത്രത്തിൽ പരസ്യം ചെയ്യുക, ആളുകളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് സാറെ മേടിച്ചോ എന്നുണ്ട് പിന്നാലെ നടന്ന് കച്ചവടം ചെയ്യുക, പിടിപ്പിക്കുക. അതൊരു മെത്തേഡാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ഫാമിംഗ് മെത്തേഡാണ്. അപ്പം എന്താ ഈ ഫാമിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തിക ആവശ്യമുണ്ട്. അപ്പം നിങ്ങളൊരു ജോലിക്ക് വന്ന് ജോലി ഫിക്സായി, ഒരു മാസം എൻ്റെ ആകുമ്പോൾ പൈസ കിട്ടുന്ന ഉറപ്പായി അല്ലേ. ഞാൻ ഇന്ന് ഇവിടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു ബംഗാളിൻ്റെ റോട്ടിൽ നിന്ന് വിളിച്ചു കൊടുന്നു. ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് അയാൾ വിട്ടു. സ്ഥിരമായിട്ട് അയാൾക്ക് എന്തില്ല, പണിയില്ല. നമുക്ക് അതേപോലെ തന്നെ ഫിക്സഡായിട്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. കൃഷി ഇറക്കിയിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ മൃഗങ്ങളും എല്ലാ പച്ചക്കറികളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമുണ്ടെങ്കിൽ നേരെ അതിനകത്തേക്ക് കയറുക, ആവശ്യമുള്ള വെട്ടിയെടുക്കുക, കഴിക്കുക. നേരെ മറിച്ച് നമ്മളെ കയ്യിൽ അങ്ങനെ ഒരു ഫാമിങ്ങേ ഇല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഇന്നത്തെ ഭക്ഷണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വേട്ടയാടാൻ ഇറങ്ങണം. വേട്ടയാടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ ഫുഡ് കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടുമോ? നമ്മൾ പട്ടിണി പോകും ചിലപ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ സ്ഥാപനം ഇതൊക്കെ ലയബിലിറ്റി ഉള്ളതാണ്. വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, ഉണ്ടായാലും ഇല്ലെങ്കിലും മിനിമം സാലറി പാക്കേജ് കൊടുക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. എങ്ങനെ? ഹണ്ടിങ് മെത്തേഡാണെങ്കിൽ. പഴയ മെത്തേഡാണെങ്കിൽ പത്രത്തിൽ പരസ്യം ചെയ്യും. പത്രത്തിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ അതിന്റെ പരിപാടി തീർന്നു. ഇന്ന് അത് മാറി സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ഓൺലൈനിൽ. അപ്പം നമ്മൾ ഫാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിന് ഫാമിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇതൊരു കുളം എന്നാണ് വിചാരിക്കുക, ഇത് പുഴ. ഇതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൈവഴികളുണ്ട്. അപ്പോൾ ഇതിന് ഫാമിംഗ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് വേണ്ട ഫിഷ്, താറാവ് വേണമെങ്കിൽ അത്, ഇതിൻ്റെ ചുറ്റും ചെടികൾ, ഇങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുക. അതിനൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൻ ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കാതെ തന്നെ ഈ ഇതൊക്കെ വലുതായി വരും. ഒരു പ്രാവശ്യം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ കമ്പനി ചെയ്തു വെച്ചിട്ടുള്ള രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഫാമിംഗ് ആണ്. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഫാമിങ്ങിന്റെ ഉള്ളില് ജസ്റ്റ് ഇതിനകത്ത് കുറെ മീനുകൾ ഉണ്ടെങ്കിൽ ആ മീനുകളെ സൈസ് നോക്കി തരംതിരിക്കലാണ് നിങ്ങളെ പണി. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇവർക്ക് വേണ്ട തീറ്റകൾ ഇട്ട് കൊടുക്കുക കൃത്യമായിട്ട്. മീൻ വലുതായി കഴിഞ്ഞാൽ മീനിനെ പിടിച്ച് ഉപയോഗപ്പെടുത്തുക. ഇതാണ് എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്ന സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജി. പക്ഷെ ഈ സ്ട്രാറ്റജി അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മൾ ഹണ്ടിങ്ങിന് ഇറങ്ങണം. ഇന്നത്തെ കച്ചവടം ഇന്നുണ്ടാക്കണം, ഇന്നത്തെ വരുമാനം ഇന്നുണ്ടാക്കണം. അത് ഭയങ്കര റിസ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പച്ചക്കറി എന്ത് സാധനം അതിൻ്റെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ കണ്ടമാനം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ? പച്ചക്കറി ആണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ കേടായി പോകും. അപ്പോൾ നമുക്കതിനെ സൂക്ഷിക്കണമെങ്കിൽ അതിന് വേറെ എന്ത് ചെയ്യണം? ഫ്രീസർ വെക്കുന്ന പോലെയുള്ള സൗകര്യങ്ങൾ വേണം. അതാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് ഇടിപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണത് മുമ്പിലേക്ക്. ഒരാൾ പേയ്മെന്റ് അടച്ചിട്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ള പൈസ ഇപ്പോഴേ തന്നിട്ട് എന്താണ്? അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഫ്രീസർ സ്റ്റോക്കാണ് അവര്. നമുക്ക് വരാൻ ബാക്കി പൈസ തന്നിട്ട് കയറാൻ പോകുന്ന ഒരു ടീമാണ് അവര്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ഒരു 4-5 വിങ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചാടി വരുന്ന അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന ഫിഷിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് മുഖേന എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ട ഫീഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം പകുതി വരെയുള്ള തീറ്റ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡി ആക്കിയിട്ട് നമ്മളിങ്ങനെ വരാൻ പോകുന്ന ആളുകൾക്ക്, കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾക്ക് ഇടയ്ക്കൊന്ന് ഇവിടെ നല്ല ഫുഡ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളവര്. നമ്മളെ ആവശ്യക്കാരാരാ? ബിസിനസ്സുകാര്, ഹോട്ടൽ നടത്തിയവര്, ഹോട്ടൽ പൊട്ടിയവര്, ഇനി വരുമാനം ഇല്ലാത്തവര്, വരുമാനം കുറവുണ്ട് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെ നമ്മളെ കസ്റ്റമേഴ്സാണ്.
ഓക്കെ, നമ്മള് ഈ വക ആൾക്കാരൊക്കെ ഇവിടെ വന്നു കൂടി പിന്നെ നമ്മളെ കോമ്പൗണ്ടിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ ഓൾറെഡി അവർ പലരും ഈ നമ്മളെ കോമ്പൗണ്ടിൽ കയറിയിട്ട് അറിഞ്ഞറിയാതെ നമ്മളെ തീറ്റ അങ്ങനെ കഴിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, അവരുടെ ഡോസ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, സാറേ ഗൂഗിൾ ഫോം ചെയ്ത് കഴിഞ്ഞാലാണ് ഓഫറുകൾ കിട്ടുക എന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഗൂഗിൾ ഫോമിനകത്ത് ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഹലോ സാർ എനിക്കൊരു 50 ചോദ്യം ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവർ കട്ട് ചെയ്യും. നേരെ മറിച്ച് ചോദിക്കുന്നതിലൊക്കെ ഒരു നാക്ക് വേണം. സാറിന്റെ ശബ്ദം കേട്ടിട്ട് ആലപ്പുഴക്കാരനാണോ? അല്ല, ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താ, അയാളെ സ്ഥലം അറിയലാണ്. പക്ഷെ നമ്മൾ നേരിട്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആൾട്ടർനേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളത് ചിലപ്പോൾ എല്ലാം കിട്ടിക്കോണമെന്നില്ല. പക്ഷെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കംപ്ലീറ്റ് ഡാറ്റ നമ്മളെ കയ്യിലായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇയാൾക്ക് അതിലുണ്ടാവും വീടുണ്ട്, അല്ല ബാധ്യത ഉണ്ട്, ഇത്ര ലക്ഷം രൂപ കട ഉണ്ട്, അങ്ങനത്തെ ഹിപ്നോട്ടിക്കലായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, മറുപടികൾ അതിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ കുറെ തീറ്റകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അഥവാ അവർക്ക് പറ്റിയ വീഡിയോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ അയാൾ ഭയങ്കര പ്രഷറിലാണ്, പൈസ അല്ല, വീണ്ടും ലോൺ എടുക്കുന്ന പ്രകൃതമാണ്. അപ്പൊ അയാൾക്ക് അതിനൊന്നും മോചനം വേണം. ആകെ 15,000 to 25,000 ഉള്ളോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് 45,000 ഉള്ളോ, എങ്ങനെ 1 ലക്ഷം രൂപ ആക്കാം? അതിനുള്ള സ്കില്ല് പുള്ളിക്ക് ഇല്ല. പുതിയ സ്കില്ല് പഠിക്കണമെങ്കിൽ വീണ്ടും പൈസ ചെലവാക്കണം. ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ പഠിച്ചിട്ട് 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കാവുന്ന എൻ്റെ അറിവിൽ വേറൊരു സ്കില്ലും ഇല്ല. തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര വേക്കൻസിയാണ് ഉള്ളത്. ഹോട്ടൽ മാനേജ്മെന്റിൽ പഠിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ എന്ത് ചെയ്യണം, അപ്പൊ ഈ പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന അവിടെയൊക്കെ പഠിക്കുമ്പോൾ 2-3 കൊല്ലം അവിടെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കൊരു ലിസ്റ്റ് തന്ന പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും വേറെ ഹോട്ടലിൽ 1-2 കൊല്ലം വീണ്ടും നിൽക്കണം. എന്നിട്ട് പിന്നെ അതിൽ മാസ്റ്റർ ആവണമെങ്കിൽ പിന്നെ ഒരു 5-7 കൊല്ലം പിടിക്കാതെ അവർക്ക് കോൺഫിഡൻസിൽ ഒരു നല്ല സാലറിയിൽ എത്താൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരാളുടെ 10 വർഷം അതിൽ പോകും. നമ്മളെ സംബന്ധിച്ച് നമ്മളെടുത്ത് വന്ന് പഠിച്ചാൽ അതിൽ നെക്സ്റ്റ് മന്ത് മുതൽ 24,000, വിത്തിൻ 3 months 36,000, 3 months കഴിഞ്ഞാൽ 45,000, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 60,000, 1 lakh ഒക്കെ മേടിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെടുത്തുണ്ട്. ഇനി ഒരു ചെറിയ കച്ചവടം, പെട്ടിക്കട പോലത്തെ ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിൽ 1 ലക്ഷം രൂപ എങ്ങനെ സമ്പാദിക്കുക എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് വിടാറ്. ഇപ്പൊ നിങ്ങളോട് ഇനി ആളുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഈ കോൺഫിഡൻസിൽ തന്നെ പറയാം, ബോധ്യപ്പെടുത്തിയിട്ട് വിടാറ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളടുത്ത് പഠിക്കാൻ വന്നാല് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാമ്പത്തികമായിട്ട് ഈ കമ്പനി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഞാനും കമ്പനിയും ഒരു 100 കോടി മുതൽ ഒരു 5,000 കോടി രൂപ ടേൺ ഓവർ ബിസിനസ്സും പ്രോഫിറ്റും അടുത്ത 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ കുറേ റിസർച്ച് നടത്തി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. അതെടുത്തിട്ട് നമ്മളെ സ്റ്റുഡൻസിന് അതിൽ നിന്ന് ഒരു ലീഫ് കൊടുത്താൽ ഈ പഠിച്ച സ്റ്റുഡൻസ് മുഴുവൻ അടുത്ത 3 കൊല്ലം കൊണ്ട് 1 കോടി രൂപ സമ്പാദിക്കും. പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും 1 കോടി രൂപ സമ്പാദിക്കും. അതിന് ഞാൻ കണ്ടുപിടിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ പെട്ടെന്ന് അത് എത്തും. അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫെയിൽ ആവേ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ചാൻസ് ഇല്ല ഫെയിൽ ആവാൻ. അടുത്തൊരു ഗുണം നമ്മളെടുത്ത് പഠിച്ചാൽ പൈസ ഇല്ലാത്തവനും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഘടന ഇവിടെ ഉണ്ട്. കാരണം ഒരുപാട് ഹോട്ടൽസ് നല്ല കറക്റ്റായിട്ട് നോക്കുന്ന ഹോട്ടലുകാർ മീൻസ് ഒരു പാർട്ട്ണറെയോ നന്നായി ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്ന നല്ല കുക്കിനെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അതൊക്കെ നമ്മളെ ഗ്യാപ്പാണ്. കാരണം നല്ലൊരു ആളെ കിട്ടുകയാണെങ്കിൽ ആ ഹോട്ടൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പൊ അവന് പൈസ വേണോ? ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും, നിങ്ങളോട് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ആൻസറുകളാണ്. അണ്ടർസ്റ്റുഡ്? പിടികിട്ടുണ്ടോ? ശ്രദ്ധിക്കണില്ലേ? നല്ല ശ്രദ്ധിക്കണം. പോയിന്റ്സുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. പലർക്കും പല പോയിന്റ്സ് ആവും കിട്ടുക. ജസ്റ്റ് ബുക്കിൽ കുറിച്ച് വെക്കുക. ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു വിത്തിൻ 3 ഇയറിനകത്ത് ഈ പൈസ ഉണ്ടാക്കാന്ന് മാത്രമല്ല, പൈസ ഇല്ലാതെ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല മുടക്കാൻ, അവർക്കും നല്ല രീതിയിൽ ഇതിലേക്ക് എത്താനുള്ള ഹോപ്പും സ്കോപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കോഴ്സിന്റെ പ്രത്യേകത, കോഴ്സ് പഠിക്കാൻ വന്ന ആൾക്ക്
അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് പുറത്തൊക്കെ എൻക്വയറി ചെയ്താൽ മിനിമം ഒരു 2-3 ലക്ഷം രൂപ ചെലവ് വരുന്ന കാര്യങ്ങൾ, ചൈനീസ്, ബേക്കറി, നാടൻ ഭക്ഷണം, എണ്ണക്കടികൾ, ബംഗാളി സ്വീറ്റ്സ്, ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മെയിൻ കോഴ്സ് നമ്മൾ പറയാം ബിരിയാണി മന്തിയാണ്. അതാണ് നമ്മളെ മെയിൻ കോഴ്സ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇന്റർനാഷണലി ഈ സാധനം എല്ലാ സ്ഥലത്തും ഇത് വിറ്റുപോകും. നേരെ മറിച്ച് നമ്മളെ കേരള ചോറും സാമ്പാറും ചിലപ്പോൾ അത്രയും ജനങ്ങളുടെ ഉള്ളിൽ വിൽക്കാൻ കഴിയില്ല. ഇത്രയും വിൽപ്പനയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി മന്തിനും മെയിൻ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ആളുകൾ ഇത് പഠിച്ചാൽ ഇതിൻ്റെ കൂടെ അപ് സെല്ലിങ്, ക്രോസ് സെല്ലിങ്, ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് ബിരിയാണി മതിയായിരിക്കും. പക്ഷെ പിന്നൊരു ആൾക്കാർ വരും, അവർ ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാനേ വരിക. അവർക്ക് ടീമായിട്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? കുറച്ചുകൂടി ക്വാളിറ്റി, കുറച്ചുകൂടി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്നും കൂടെ ഭംഗിയാക്കി ഒരു ചിക്കൻ പൊരിച്ചതോ ബ്രോസ്റ്റ് പീസൊക്കെ വെച്ച് അങ്ങനെ അവർക്ക് ആഗ്രഹം ഉണ്ടാവുക. അവർക്ക് 200 രൂപ വേണം. മിക്കവാറും ഹോട്ടലുകളിലെ ഫെയിൽ എന്താ? ഒരു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 120, 130, 150, 150 അതന്നെ ഒറ്റ ബിരിയാണി. അതിന്റെ മുകളിലേക്കും ഉണ്ടാവില്ല, താഴത്തേക്കും ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും താഴെ കട ആൾ മുതൽ മേലെ കടയുള്ള ആളുകൾക്ക് വരെയുള്ള ബിസിനസ് സ്ട്രാറ്റജികൾ മുഴുവൻ പറഞ്ഞ് പഠിപ്പിച്ച് റെഡി ആക്കിയിട്ട് വിടുക. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ട്രെയിനിങ് ആണ് നമ്മൾ അടുത്ത പ്രത്യേകത. വളരെ എങ്ങനെയാണോ ഒരു കിച്ചൺ വർക്ക് ചെയ്യുക, പെട്ടെന്നൊരു ബിരിയാണി ആയിട്ട് കയറി വരും. അപ്പം നമ്മൾ അരമണിക്കൂർ കൊണ്ട് ബിരിയാണി റെഡി ആക്കിയിട്ട് കൊടുക്കും. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനത്തെ ടെക്നിക്സ് ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ശരിക്കും ദം ബിരിയാണി എന്ന് പറയുമ്പോൾ കോഴിക്കോട് സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മുതൽ 4 മണിക്കൂർ ആവാതെ ഇത് പൊട്ടിച്ച് കഴിക്കാനേ പറ്റില്ല. നമ്മുടെ ബിരിയാണികളൊക്കെ 3/4 മണിക്കൂറിൽ ഫുൾ ദം പ്രഷർ കൊടുത്തു കഴിഞ്ഞ് പൊട്ടിച്ച് കഴിച്ചു തുടങ്ങാം. അതും നമ്മൾ പറയില്ലേ, ഒരു കുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ ആ കുട്ടി പുറത്തു വരുമ്പോഴാണ് കുട്ടിയുടെ ശരീരവും ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബിഫോർ നമുക്ക് അറിയില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് കണ്ണ് കാണോ ഒന്നോ അത് നമുക്ക് അറിയില്ല. നമ്മളെ ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ഭക്ഷണം ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പറയാൻ കഴിയും ക്വാളിറ്റി. അതിനുള്ള ടെക്നിക്കും അതിനുള്ള അളവുകളും കൃത്യമായി മെഷർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ആൾക്ക് പോലും വിത്തിൻ 20 days അവർക്ക് എന്ത് ചെയ്യാം. 3 days, 7 days, 20 days, 30 days, പിന്നെ 60 days, 3 months, 6 months ഇങ്ങനെയാണ്. ആദ്യത്തെ കോഴ്സുകൾക്ക് 20, 30, 40, 50, പിന്നെ 90, പിന്നെ 6 lakhs, 10 lakhs ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേറെ തന്നെ തരും. അതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾ മൈൻഡിൽ കയറ്റേണ്ടതുണ്ട് സെപ്പറേറ്റ്. മെയിൻ ബിരിയാണി സംഗതി പറയുമ്പോൾ അതിന്റെ കൂടെ സബ്സ്റ്റാൻസ് ആയിട്ട് നമ്മൾ ഈ ബേക്കറിയും ജ്യൂസുകളും ദം ചായ ഒക്കെ പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സെല്ല് ചെയ്യാനും ക്രോസ് സെല്ല് ചെയ്യണമെങ്കിലും ഇത് വേണം. അപ്പൊ നിങ്ങൾ കസ്റ്റമർ വിളിക്കുമ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറയുന്ന ക്ലാരിറ്റി കിട്ടുമ്പോൾ അവർ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ട്രിഗർ ആവും. സംതിങ് ഈസ് ദെയർ. ഓക്കെ, ഞാൻ തെറ്റായ സ്ഥലത്തേക്കല്ല വിളിച്ചെന്നുള്ള മൈൻഡ് അവർക്ക് ഉറക്കാവും. കാരണം നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല ഈ ഇങ്ങനെ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് ഒരു അപ്സെല്ലിങ് ക്രോസ് സെല്ലിങ് എന്താ അവർ ചെയ്യണം എന്നുള്ളത്. ജനലും തുറന്നു അവിടെ കറക്റ്റ് നീക്കിയാൽ മതി. ഓക്കെ, ഇത് അറിയില്ല, ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെ എന്താ സംഭവം എന്നുള്ളത്. പിന്നെ എത്ര ഫെയിലായ ഇനി അവിടെ ലാഭമേ കിട്ടില്ല എന്ന് പറഞ്ഞ ഹോട്ടൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ആക്കാൻ പറ്റും. 100% എങ്ങനെ ഇനി പൊട്ടിപ്പൊളിഞ്ഞ ഹോട്ടലാണോ ഒരു രക്ഷയില്ല, 7, 8, 10 പേർക്ക് നടത്തി ഇനി അവരൊക്കെ ഫെയിലാണോ? നിരവധി അങ്ങനത്തെ ഹോട്ടലുകൾ ഞാൻ ഏറ്റെടുത്തിട്ട് നടത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടെ അറിയണവരുണ്ട്. ഒരിക്കലും ഞാൻ അതിനില്ല എന്ന് പെട്ടിയിലടക്കിയ സാധനം പോയി നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മളുടെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ മറ്റുള്ള ഹോട്ടൽ മാനേജ്മെന്റും കോഴ്സൊക്കെ പഠിപ്പിക്കുന്നവരെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ? ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ നെഗറ്റീവ് എന്താ? ഏറ്റവും വലിയ നെഗറ്റീവ്, അവരൊന്നും ഹോട്ടൽ സ്വന്തമായി നടത്തുകയോ ക്ലിയർ ആയിട്ട് മാനേജ്മെന്റ് ചെയ്യോ വർഷങ്ങൾ എക്സ്പീരിയൻസോ അതിലെ സക്സസ് ഫെയിൽ റേഷ്യോ ഒന്നും അവർക്ക് അറിയില്ല. അവർ പഠിച്ചു, കുറച്ച് എവിടെ ചെറിയൊരു വർക്ക് ചെയ്തു, ടീച്ചറായിട്ട് കയറി. അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാണ്ടാവില്ല. കേസ് സ്റ്റഡികൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനും വിൽക്കാനും. അപ്പോഴാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വെച്ചിട്ട് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സക്സസ് ഉണ്ടാക്കാനേ പറ്റില്ല. അത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രം പ്രത്യേകതയാണ്. കേസ് സ്റ്റഡികൾ
എന്തുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് വിജയിച്ചു, എന്തുകൊണ്ട് നഹദി കുഴിമന്തി തോറ്റു ജയിച്ചു, പല ബ്രാഞ്ചുകൾ എന്തുകൊണ്ട് വിജയിക്കണം, അങ്ങനെ ഓൾ ഇന്ത്യയിലും ഇന്റർനാഷണലിലും ഉള്ള പല സംഗതികളും കേസ് സ്റ്റഡികളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ട് പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് സാധനങ്ങൾ ഉണ്ടാക്കി പ്രൊഡക്ഷൻ ചെയ്തിട്ട് വിൽക്കാൻ. കാരണം പല സ്ഥലത്തും ബിരിയാണി ഉണ്ടാക്കാറ് ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് 50 രൂപയ്ക്ക് പോലും ഒരാൾ വയറ് നിറച്ച് കഴിക്കാവുന്ന എഗ്ഗും ചിക്കൻ പീസും ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ബിരിയാണി കൊടുക്കാനുള്ള ടെക്നോളജി ഇന്ന് വേറെ ആരെങ്കിലും ഇല്ല. വെറുതെ ബിരിയാണി കലക്കി വെക്കല്ല, ഉണ്ടാക്കിയ ബിരിയാണി ഒരാൾ കഴിച്ചാൽ പിന്നെ അയാൾ വരാവുന്ന ടെംപ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസ് നമുക്കറിയുള്ളൂ. അതുപോലെ അടുത്ത പ്രത്യേകത നമ്മുടെ കമ്പനിയുടെ ഓൾ ഇന്ത്യയില് 50 തരം ബിരിയാണി ഉണ്ട്. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യാൻ പഠിപ്പിക്കും. ആ 50 ബിരിയാണിയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ 4 തരം ബിരിയാണിയാണ്. തലശ്ശേരി കേരള സ്റ്റൈൽ ഒന്ന് ഹൈദരാബാദി സ്റ്റൈല്, ഒന്ന് ആമ്പൂർ സ്റ്റൈല്, ഒന്ന് കർണാടക ദൊണ്ണ ബിരിയാണി, പിന്നെ മന്തി സ്റ്റൈല്. 4 ബിരിയാണി ഒരു മന്തി ലെവലും. ഈ സംഗതികളിലൂടെ ഒരാള് പഠിച്ചിറങ്ങിയ പിന്നെ അയാളെ സംബന്ധിച്ച് നാഷണൽ ഇന്റർനാഷണലുള്ള എല്ലാ ഫുഡും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് എപ്പോഴും കൺസിസ്റ്റൻസിയിൽ ക്വാളിറ്റിയിൽ വരാവുന്ന അതിന്റെ ഫുള്ള് ടൈമിങ്, അതിന്റെ ഗ്രാംസ്, ഇതൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് പെർസെൻറ്റേജ് തിരിച്ചു വെച്ചിട്ടുണ്ട് ഏത് ക്വാണ്ടിറ്റിയിലും. അടുത്തൊരു പ്രത്യേകത, ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ജോലികൾ അതൊരു മണിക്കൂറിനുള്ളിൽ തീർക്കാം. ഇതൊക്കെ നമ്മൾ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ ഒരു 6 ആൾ ചെയ്യേണ്ട പണി 2 ആളെ കൊണ്ട് തീർക്കാം. അപ്പൊ ഇതൊക്കെ ഒരു ഓണറെ സംബന്ധിച്ച് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണോട്ടാ, വെറുതെ പറഞ്ഞ് വിടുക എന്നുള്ളതല്ല. ഇങ്ങനെ വരുമ്പോ എന്തായി, ഇങ്ങനെ വരുമ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് അവരോട് പറയുമ്പോൾ അവർക്ക് കൺവിൻസിങ് ആവും. ഓ യെസ്. പിന്നെ ഇതിന് വേണ്ട കുറെ ചെറിയ 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 ടിപ്പുകൾ ഞാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് അവർ ഫീഡ് ചെയ്യുമ്പോൾ അവർ കയറി വരും. കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് മീനിനെ കിട്ടി, മീനിനെ പിടിക്കുന്ന ആളാണ് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്ററുടെ ഡ്യൂട്ടി. അയാൾ പുതിയ പുതിയ മീനിനെ ഇതുവഴിയൊക്കെ പോകുന്നതിനെ തെരഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് വരും. നിങ്ങൾ എന്ത് ചെയ്യും, ഈ മീനിന്റെ സൈസ് അനുസരിച്ചിട്ട് വലയിലേക്ക് മാറ്റും. ഇയാൾ ഓൺലൈൻ കോഴ്സ്, ഇയാൾ ഓഫ്ലൈൻ കോഴ്സ്, ഇയാൾ വിദ്യാർത്ഥി, ഇയാൾ അധികം സംസാരിക്കുന്ന ആളുണ്ട്, ഇങ്ങനെ 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 മാറ്റും. ഈ സംഗതി നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിന്നെ നമ്മൾ പിടിക്കാൻ പാടില്ല. മീനിനെ പിടിച്ച മീൻ അപ്പൊ ചടയ്ക്കും. ചടയ്ക്കും എന്ന് പറഞ്ഞാൽ അത് മെലിഞ്ഞു പോകും. മീൻ ഒരു വിധം പൂർണ്ണമായി വലുതാവുമ്പോൾ നമ്മളതിനെ പിടിച്ച് അല്ലെങ്കിൽ അതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താവും, മെച്ചമുണ്ടാവും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, പിടിക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്യാനോ മറ്റോ ആയിട്ട് പിടിക്കാനേ പാടില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം എപ്പോഴും. ഡിമാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിക്കണം. എന്ത് സ്ട്രാറ്റജി? എപ്പോഴും ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ചെയ്യും, എല്ലാ കാര്യവും പുഷ് ചെയ്ത് പോകും. നാളെ മറ്റന്നാ അങ്ങനെ 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 എന്ത് ചെയ്യും, ശ്രദ്ധിക്കില്ലേ, പുഷ് ചെയ്യും. അപ്പോൾ ഇന്നാക്ഷൻ ആണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. തീരുമാനം നാളെ ചെയ്യാം, എക്സസൈസ് ചെയ്യാം, നാളെ ചെയ്യാം, അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇത് പുഷ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ പോവത്. ഇതേപോലെ തന്നെ നമ്മൾ ബിസിനസ്സിന് പിന്നെ പഠിക്കാം, നോക്കട്ടെ, അടുത്ത മാസം നോക്കട്ടെ, കുറച്ച് പൈസ ഉണ്ട്, പിന്നെ നോക്കാം, പിന്നെ ചെയ്യാം, അപ്പം അർജന്റ് ചെയ്താലോ, ഇങ്ങനെയുള്ള ഒരു ഇന്നാക്ഷനിലാണ് മിക്കവാറും ആളുകൾ എന്ത് ചെയ്യണത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്നാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം, ആക്ഷൻ ആക്കണം. ഈ ആക്ഷൻ ആക്കുന്നത് നമ്മൾ മാത്രമല്ല, നിങ്ങൾ തൊട്ടപ്പുറത്ത് മാരുതി ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ നിങ്ങൾ ചോദിക്കും, സാറിന്റെ ബഡ്ജറ്റ് എന്താണ്. ആ ബഡ്ജറ്റിൽ അവരെന്ത് ചെയ്യും, 3-4 വെച്ചിട്ടുണ്ടാവും. 1, 2, 3. ഏത് കാർ ഇറക്കിയാലും 4 മോഡൽ ഉണ്ടാവും. എന്തുകൊണ്ടാ? അതിന്റെ ലോ, മീഡിയം, ഹൈ, പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്. അപ്പൊ 4 ഓപ്ഷൻ വെക്കുമ്പോൾ ഈ ആളുകളുടെ മൈൻഡ് മിഡിലേക്ക് വരും. തീരെ പൈസ ഇല്ലാത്തവനാ ഫസ്റ്റ് മേടിക്കുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരിക്കലും മൊബൈൽ ഒരൊറ്റ ഫോൺ കൊണ്ട് എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ തീരുമാനങ്ങളൊക്കെ കുറച്ചൊന്നും അങ്ങോട്ട് കൊണ്ട് മാറും, സ്ലൈറ്റ് വല്ലാണ്ട് പോവില്ല.
ബഡ്ജറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഒരു 15,000 ആണെങ്കിൽ 20,000 ആണെങ്കിൽ ആ ബഡ്ജറ്റിന്റെ അകത്ത് ഇങ്ങനെ കിടന്നിട്ട് നോക്കിയിട്ട് അവിടെ നിങ്ങൾ ഒരു പൊടിക്ക് മേലേക്ക് അല്ലാണ്ട് താഴെ വരാൻ സാധ്യതയില്ല. പിന്നെ അവർ പറയാണ് താത്ത ഇതിന്റെ ക്യാമറ ചേട്ടാ ഇതിന്റെ ഇതാണ് ഹാർഡ് ഡിസ്ക് ഇങ്ങനെയാണ് ഭയങ്കര സ്പീഡാണ്, എന്തായാലും ഇത് മേടിക്കുമ്പോൾ അത് മേടിച്ചുകൂടെ, ഇതാ നോക്ക് വീഡിയോ നോക്ക്, ഇതാ സെൽഫി നോക്ക്. സെൽഫിയിൽ എന്താ അവർ വെച്ചിട്ടുള്ളത്, ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആ ഫിൽറ്റർ കൊണ്ട് ഓൺ ആക്കിയിട്ട് നമ്മളെ മുഖം കാണുമ്പോൾ വന്നോ എന്ത് സൗന്ദര്യം നമ്മളെ മുഖം, നമ്മളോട് മേടിച്ചു പോവും. അങ്ങനെയുള്ള പല സാധനങ്ങളും അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ കസ്റ്റമർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 20,000 30,000 40 അങ്ങനെ കൊണ്ടുവന്നിട്ട് 10 ലക്ഷം രൂപയുടെ വരെ കോഴ്സ് ഈ അറ്റത്തുനിന്ന് അറ്റം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരോട് ചോദിച്ചു സാറിന്റെ റേഞ്ച് എന്താ, അപ്പോൾ സാറ് പറഞ്ഞു ഇന്ന റേഞ്ച് ആണെന്ന്. അപ്പോൾ പിന്നെ ആ റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്യലാണ് മേലേക്ക്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഓ അങ്ങനെയൊക്കെ ഉണ്ടാ സാറേ, പൈസ കുറെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല സാറേ. 8 എയർ ബാഗാണ് ഈ കാറിൽ. എത്ര? 8 എയർ ബാഗ്. വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചാലും സാറിന്റെ ലൈഫല്ലേ സേഫ്റ്റി. ഓ അപ്പൊ പിന്നെ പൈസ ഉള്ളവൻ എന്താ ചെയ്യാ, ആ 8 എയർ ബാഗുകൾ മേടിക്കും. നമ്മളൊന്നും ഉപയോഗിക്കുന്ന കാറുകൾ ചിലപ്പോൾ എയർ ബാഗ് ഉണ്ടാവില്ല, വേറെ കാര്യം. അപ്പൊ അയാൾ പുഷായില്ലേ. ഇത് അയാളോട് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ പിടിക്കാൻ പോരുത് സാറേ. അയ്യോ എപ്പോഴും പിടിക്കണ, ഞാൻ അടുത്ത മാസം പ്ലാൻ ഒന്ന് കാണാൻ വന്നാണ്. എന്തായാലും ഒരാൾ സമയം മെനക്കെടുത്തിട്ട് കാറിന്റെ ഷോറൂമിൽ വെറുതെ കറങ്ങാൻ കയറില്ലല്ലോ. സംതിങ് ഇസ് ദെയർ, അവൻ എന്തോ ഉണ്ട് ഇന്റൻഷൻ. അപ്പൊ ഇയാൾ ചോദിക്കും ആ അങ്ങനെ അടുത്ത മാസല്ലേ, ഓക്കെ ഇതിങ്ങനെയാണ് ഫീച്ചേഴ്സ് ഇതാണ്. അപ്പം ഫിക്സായി ഇവന് ഇതാ വേണ്ടോന്ന്. പിന്നെ അവനോട് പറയും സാറേ ഈ കോഴ്സ് എടുത്ത് അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഇത് മേടിക്കുമ്പോൾ ഇതാണ് സാറേ ബെറ്റർ. അവൻ്റെ ആളായിക്കൊണ്ട് ഇയാൾ സംസാരിക്കും. ഒരു സിമ്പതി ഒരു ഇഷ്ടം അവനോട് തോന്നുന്ന രീതിയിൽ. എന്നിട്ട് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് അറിയില്ലേ മറ്റേ 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സെൻട്രൽ ഗവൺമെന്റ് ഇത് വന്നിട്ടുണ്ട്, എല്ലാ കാറിനും 75,000 കൂടും. ആണോ? ആ അപ്പൊ മനസ്സിൽ ഇത് മേടിക്കാനുണ്ട്, പക്ഷെ 75,000 1 ലക്ഷം കൂടാൻ പോവാണ്. എന്നിട്ട് അവൻ പറയണ സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാല് 10,000 അടച്ച് ബുക്ക് ചെയ്ത് ഇതേ റേറ്റിന് കിട്ടും. ബുക്ക് ചെയ്ത് കൊടുക്കാത്ത ബാധകമല്ല. അത് മാത്രല്ല ഇൻഷുറൻസ് ഫ്രീ ആണ്. പിന്നെ ഞാൻ വീട്ടിലിരിക്കണ സ്വർണം കൂടി വിറ്റിട്ടാണെങ്കിലും ഉടനെ കാറ് മേടിക്കാനുള്ള പദ്ധതി ചെയ്യാം. സാർ 6 മാസം സമയമുണ്ട് ഇപ്പൊ ബുക്ക് ചെയ്താൽ, 6 മാസത്തിനുള്ളിൽ കാറ് മേടിച്ചാൽ മതി. അപ്പൊ അവന്റെ മൈൻഡ് നമുക്ക് പിടികിട്ടും. ആ സെയിൽസ്മാന് മനസ്സിലാവും ഇവൻ കാറ് മേടിക്കാൻ വന്നതാണോ ചുമ്മാ കറങ്ങാൻ വന്നതാണോ. ഫോൺ നമ്പറൊക്കെ മേടിച്ച് വളരെ ഭയഭക്തിയിൽ സംസാരിച്ച് മിക്കവാറും 10,000 അവിടെ അഡ്വാൻസ് അടപ്പിക്കും. മനസ്സിലായ? ഞാൻ ഹീറോ ഹോണ്ട ബജാജ് 2 ബൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാൻ പോയതാ. ബജാജാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് തോന്നിയത്. അങ്ങനെ ഒരാൾ പറഞ്ഞു ഹീറോ ഹോണ്ട നോക്കിയിട്ട് അതാണ് റീസെയിൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും വന്നതല്ലേ ഹീറോ ഹോണ്ട കുറച്ച് അപ്പുറത്ത്, അതും പോയി നോക്കാച്ച നടന്നു പോയിട്ട് അതും പോയി നോക്കി. പറഞ്ഞു സംഗതി ഇതൊക്കെ റേറ്റ് ബജാജിനങ്ങോട്ട് 5,000 8,000 കൂടുതലാ. പക്ഷെ അയാളൊരു വാക്ക് പറഞ്ഞു, സാറേ 6 മാസത്തേക്ക് വണ്ടി കിട്ടില്ല കേട്ടാ, ബുക്ക് ചെയ്തോ സാറ് വേണമെങ്കിൽ ബുക്ക് ചെയ്തോ, സംഗതി 6 മാസം വെയിറ്റിംഗ് ആണ്. ടെൻഷനായി. എനിക്ക് ടെൻഷനായി. എന്തുകൊണ്ട്? അഡ്വാൻസ് കൊടുക്കാനുള്ള കാശായിട്ട് വന്നിട്ട് അപ്പുറത്ത് കാശ് കൊടുത്ത് അപ്പം കിട്ടും വണ്ടി. പക്ഷെ എനിക്ക് ഹീറോ ഹോണ്ട ഇതായി. എന്താ അയാൾ എന്താ പറഞ്ഞത്, അതൊന്നും കാര്യമില്ല, ഇരുമ്പ് വിലക്ക് വിൽക്കണ്ട്, ഇതൊക്കെ റീസെയിലല്ലേ, വാങ്ങിച്ചതിനൊക്കെ വലിയ വിലക്ക് വിൽക്കണ ആൾക്കാര് കിട്ടാനില്ല. മൈൻഡ് എന്തായി മാറി. അങ്ങനെ ഞാന് ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കൂടെ ഒപ്പിച്ചു വരുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു 6 മാസമാണ്, ഞാൻ ട്രൈ ചെയ്തോട്ടെ, ചിലപ്പോൾ വല്ല ലോഡ് വരുമ്പോൾ ചിലവർ വല്ല ഫണ്ടിങ് പ്രൊഫഷൻ എന്തെങ്കിലും ചിലപ്പോൾ കുറഞ്ഞൊക്കെ വീഴാറുണ്ട്, ഒക്കെ അപ്പം തന്നെ മേടിക്കും, അത് ഞാൻ ഇക്കാക്ക് ശരിയാക്കി തരാന്നാണ്. മോനെ എൻ്റെ സ്വന്തം മോനെ, ഞാൻ അഡ്വാൻസ് തരാന്നിട്ട് അഡ്വാൻസ് കൊടുത്ത്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി എന്നോട് പറഞ്ഞു പൈസ റെഡി ആയിക്കോ, വേറെ എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടി ചെക്കാനെ വിളിക്കൂട്ടാ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ചായ കൂടി കുടിക്കാന്നായി അവനായിട്ട്, കാരണം എങ്ങനെയെങ്കിലും വണ്ടി കിട്ടണ്ടേ. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു, ലോഡ് വന്നതിൽ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒക്കെ പറഞ്ഞ കളർ ഏതാ, നമ്മളെ ചോപ്പ്. അയ്യോ അതല്ല മഞ്ഞ വന്നേക്കണം. ഇത് കഴിഞ്ഞ പിന്നെ 3 മാസം കഴിയട്ടൊക്കെ മൊത്തം ഞാൻ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്തു, വണ്ടി ഉണ്ടാവില്ല, കിട്ടില്ല.
3 മാസം എന്തായാലും വേണം. എന്നാ മഞ്ഞയ്ക്ക് മഞ്ഞ. എന്താ പറഞ്ഞേ? എന്നാ മഞ്ഞയ്ക്ക് മഞ്ഞ, പാഷൻ പ്ലസ് മഞ്ഞയ്ക്ക് മഞ്ഞ. അത് ഞാൻ എന്ത് ചെയ്തു? ബുക്ക് ചെയ്തു. 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്തു? വണ്ടി ഇറക്കി. ഇപ്പൊ എന്തുണ്ടായി? 6 മാസം കഴിഞ്ഞ് കിട്ടുന്ന വണ്ടി എനിക്ക് 10 ദിവസം കൊണ്ട് അവർ തന്നു. ബജാജിന്റെ വണ്ടി കുറച്ചുകൂടി വിലക്കുറവിൽ മൈലേജ് കൂടുതലുള്ള വണ്ടി മേടിക്കാൻ പോയാൽ എന്നെ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. ഇതൊരു സ്ട്രാറ്റജിയാണ്. വർഷക്കണക്കിന് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു 7 കൊല്ലം മുന്നേ, കഴിഞ്ഞ 4 കൊല്ലം മുന്നെയാണ് ഞാനിത് അറിയണത്. വ്യക്തമായി പഠിക്കണ കഴിഞ്ഞ 3 കൊല്ലത്തില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പല സംരംഭങ്ങളും ഫെയിൽ ആവണത്, നമ്മൾ സക്സസ് ആവാത്തത്. ഇപ്പൊ മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ തുടങ്ങി. സ്ട്രാറ്റജി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ബാച്ചും ഫുള്ളായി. ഇനി വരാൻ പോണ ബാച്ച് വരെ ഫുള്ളാണ്. അഡ്വാൻസ് പൈസകൾ വരാൻ തുടങ്ങി. നമ്മൾ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്, ഭക്ഷണമല്ലേ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു നുള്ളു ചോറ് പോലും നമ്മളെ കഴിച്ചു നോക്കാണ്ടാണ് ആൾക്കാർ 40,000 50,000 അയക്കേണ്ടത്. സാധാരണ നമ്മൾ കാർ മേടിക്കാൻ പോണേ ഒന്ന് പോയി ടച്ച് ചെയ്ത് നോക്കൂലേ, ഒന്ന് കയറി ഇരുന്ന് നോക്കൂലേ, നിലം കാണുന്നുണ്ടോ നോക്കൂലേ സ്റ്റിയറിംഗ് പിടിച്ചിട്ട്. ഇതൊന്നും അതെങ്ങനെ അവർക്ക്? അത് നമ്മൾ എന്ത് ചെയ്തു? നല്ല തീറ്റ കൊടുത്ത് അവരെ യൂട്യൂബിലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ അവരങ്ങനെ പോഷിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ബുഹാരിസ് ഫുഡ് ആൽക്കമിസ്റ്റ്. ഓക്കെ, ഈ കംപ്ലീറ്റ് ആളുകൾ എന്താണ് നമ്മളുടെ ഈ പറയണ ഇതൊക്കെ ഫീഡ് ചെയ്ത് അവർക്ക് വേണ്ട അറിവുകൾ, കുറച്ച് അറിവുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് പഠിച്ച ആളുകൾ റിവ്യൂസ് ഇങ്ങനെ ഇടും. എല്ലാ ആഴ്ചയിലും 2-3 എണ്ണം വെച്ചിട്ട് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ നമ്മൾ കുറിച്ചിട്ട് നല്ലതാണ്, ഇന്നതാണ്, ഇന്ന പോലെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ടെലികോളിങ് ചെയ്യുന്നവർക്കും ടെലിക്ലോസ് ചെയ്യുന്നവർക്കും പണി കുറഞ്ഞു. സാറ് എത്ര വീഡിയോസ് ബുഹാരി സാറിനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളൂ. വളർന്നിട്ടില്ല. എന്താണ്? മെച്ചുവർ ആയിട്ടില്ല അയാള്. നിർബന്ധിച്ചാ ചാടിപ്പോവും. ആ മീൻ ഒന്നുകൂടി വലുതാവണം. തിരക്കൂട്ടണ്ട. നമ്മൾ കുറെ മീൻ വളർത്താൻ തുടങ്ങും. പിന്നെ കുറെ മീൻ എന്താവും? എല്ലാ ദിവസവും പിടിക്കാൻ കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മീൻ കുറവുണ്ടാവുള്ളൂ ഇതിനകത്ത്. അതൊക്കെ ചെറിയ ചെറിയ കിടാങ്ങളായിരിക്കും. അതൊന്നും വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വലുതാവും. പിന്നെ കണ്ടമാനാവുമ്പോ അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഫാമിങ്ങില് എല്ലാ മീനിനെ എല്ലാ ദിവസവും നോക്കിയതിന് വേണ്ട മരുന്നും ഫുഡൊക്കെ കൃത്യമായി വലയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മീനും കറക്റ്റ് ഗ്രോത്ത് ആയിരിക്കും. പെട്ടെന്ന് വലുതാവും, പെട്ടെന്ന് പിടിച്ചെടുക്കാം. ഇത് നമ്മൾ മറക്കരുത്. സ്ട്രാറ്റജി ഉപയോഗിക്കാന്നല്ലാതെ നമ്മളൊരു വല വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ കെട്ടിയിട്ട് ഈ അരിപ്പയിൽ കൂടെ കടക്കാൻ പറ്റുന്ന ഇപ്പുറത്ത് തീറ്റിടുമ്പോ കടക്കാൻ പറ്റുന്ന മീനൊക്കെ കണ്ട് കിടക്കും. അതിനേക്കാൾ വലിയ മീൻ, അരിപ്പ കടക്കാൻ പറ്റാത്ത മീന് അവിടെ സ്റ്റക്കാവും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മീനുകളൊക്കെ വലുതായി കഴിഞ്ഞു, അതിനെ വീണ്ടും എടുത്താൽ പോരെ. അതുകൊണ്ട് എല്ലാ മീനിനെ പിടിച്ച് പൊന്തിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് നമ്മൾ ഫിൽട്ടറിങ് ചെയ്യുന്നത്. ഫണൽ മാർക്കറ്റിംഗ്. എന്താണ് ഫണൽ എന്ന് പറഞ്ഞാൽ നമ്മള് കപ്പിത്തൊട്ട് പോലത്തെ, ഇതിന് പറയാ ഫണൽ മാർക്കറ്റിംഗ് എന്നാണ്. കപ്പിത്തൊട്ട എന്തോ പറയാ ഫണല്. അപ്പോ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തിട്ട് ഇതിന് പതുക്കെ ഇറക്കി എടുക്കണ പോലെ നമ്മളൊരു സിസ്റ്റം വെച്ച് ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓരോ സെക്ഷൻ തന്നിട്ട് ഫോണും തന്നിട്ടുണ്ടാവും. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അയാളുടെ പേരടിച്ചിടുക, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേരടിച്ചിടുക. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സെക്കൻഡ് ലിസ്റ്റ് ഉണ്ടാവും, ലാസ്റ്റ് നെയിം. അവിടെ അയാളെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാവുന്ന ഒരു പോയിന്റ് അടിച്ചിടുക. ഇപ്പോ ഫോൺ വന്നു, ഇയാൾക്കൊരു ഫോൺ ഉണ്ടാവും. ആ ഫോണിൽ കോൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ അയാളോട് സംസാരിച്ചു, നിങ്ങളാണ് സംസാരിച്ചത്. അപ്പൊ അയാളുടെ പേര് കട്ട് ചെയ്യുമ്പോൾ അയാളുടെ പേര് അടിച്ചിടുക, ബ്രാക്കറ്റിൽ നിങ്ങളെ പേര് അടിച്ചിടുക. അയാളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയ ഒരു ഇൻറ്റിമേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ജൂൺ എൻക്വയറി ചെയ്തു കൺഫേം ഈസ്, അങ്ങനെ ഇയാൾ വരും. അല്ലെങ്കിൽ ഇയാൾ സസ്പെക്ട്, ഇയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ എന്താ വെച്ചെങ്കിൽ കൂടെ അടിച്ചിട്ട് സേവ് ചെയ്യുക. സപ്പോസ് ഫോൺ വന്നു, എടുത്തു നോക്കിയാ ഇത് ജസ്നയുടെ കോളാണ്, ജസ്നക്കുള്ള കസ്റ്റമർ. ജസ്ന സംസാരിച്ച് തുടങ്ങിയ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് ജസ്നക്ക് അത് ലോക്കാവും. ഇന്നാള് എന്താ വിശേഷം. കാരണം നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു. 3 പ്രാവശ്യം ആരായിട്ട് ഫോണിലും നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് കുറച്ച് സംസാരിപ്പിക്കുക.
എന്താണ്, അയ്യോ ഇത് കുഴപ്പമില്ല കേട്ടാ, നല്ല അങ്ങനെ നമ്മൾ പറയുമ്പോൾ അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഫ്രണ്ടായി. നിങ്ങൾക്ക് കിട്ടിയ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എത്ര വർഷം പരിചയമുള്ളവരാ? എവിടെ തേങ്ങ ഒരു ബസ്സിൽ കയറിയിട്ട് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ഒന്ന് അങ്ങോട്ട് പോയി പിന്നെ ഒന്ന് അങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്ര കഴിയുമ്പോഴത്തേന് ഫ്രണ്ടായി. ചിലപ്പോൾ പിന്നെ ആ ഫ്രണ്ട് വിളിക്കും, സംസാരിക്കും, അവരുടെ വീട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. പിന്നെ ഒരു 3 പ്രാവശ്യം കാണുമ്പോൾ ഒരാൾ ഫ്രണ്ടാണ്. എന്താണ് FB-യിൽ പിന്നെ കാണാണ്ട് തന്നെ വണ്ടി കയറി ചെന്ന് നോക്കുമ്പോ വയസ്സായ കളവനായിരിക്കും. നീയായിരുന്നോ മറ്റേ ഇയാള് ചോദിച്ച മാതിരിക്ക് നീ അല്ലേ ചോദിക്കാറ് ഇടയ്ക്കിടയ്ക്ക്? ആ അതെ, മേരി നീ എന്ത് ഡ്രസ് ആയിട്ടിരിക്കണ, നീ എന്ത് ഡ്രസ് ആയിട്ടിരിക്കണം ചോദിക്കും. അപ്പൊ ചാളമേരി പറയും നീ കണ്ടോടാ അതാണ് എന്റെ ഡ്രസ്. അപ്പൊ പൃഥ്വിരാജ് പ്ലിങ് ആവുള്ളൊരു സീനുണ്ട് പറഞ്ഞിട്ട്, അതേപോലെ പ്ലിങ് ആവും ചിലപ്പോ. ഇപ്പൊ കാണാതുള്ളത് വേറെ, കണ്ടിട്ട് വേറെ. 3 പ്രാവശ്യം നിങ്ങളൊരു കസ്റ്റമറോട് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് അവരെ മനസ്സ് ലോക്കാവും. നമ്മളെ വീഡിയോ ഒരാള് 1 മണിക്കൂർ കണ്ട അയാൾ നമുക്ക് 1 ലക്ഷം രൂപ തരും. നമ്മളെ വീഡിയോ 1 മണിക്കൂർ യൂട്യൂബിൽ നിന്ന് മൊത്തം അയാൾ വാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ ഉണ്ട്, കുറച്ച് ലെങ്ത് ഉള്ള 5 മിനിറ്റ് 10 മിനിറ്റ്. അങ്ങനെ അയാൾ ഒരു 100 വീഡിയോ കാണുമ്പോൾ 1 മണിക്കൂർ തികയുള്ളൂ കൺഫേം ആയിട്ട്. അത് കൺഫേം ആവുന്നവരൊക്കെ അവരുടെ ഫീഡിങ് ഫില്ലായി. 1 മണിക്കൂർ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളോട് സ്നേഹവും അനുഭൂതിയൊക്കെ വരും. ഇപ്പോൾ സിനിമാ താരങ്ങളായിട്ടുള്ള പല താരങ്ങളെയും നമ്മൾ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല, പക്ഷെ അവര് അതിൽ കാണിക്കുന്ന നന്മയും സത്യമൊക്കെ കണ്ടിട്ട് നമുക്ക് അവരോട് സ്നേഹം തോന്നും. പിന്നെ അവരെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇയാളൊന്നും ഒരിക്കലും അവിടെ വന്നിട്ടുണ്ടാവില്ല. ആ പാലൊഴിക്കണ് പടക്കം പൊട്ടിക്കണ എന്തുകൊണ്ടാ? ഫാൻസ് എങ്ങനെ ക്രിയേറ്റ് ആവണം? ഒരാള് 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വീക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ റിലേഷൻ അവിടെ സ്റ്റാർട്ടാവും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം സംസാരിക്കണം. സാറേ ഫാമിലി എങ്ങനെ, വീട് സ്വന്തമായിട്ടുണ്ടോ? വീട് വാടകയ്ക്കാ? അയ്യോ ഇത്രയും വയസ്സായിട്ട്, പക്ഷെ ഈ കോഴ്സ് പഠിച്ച സാറിന് എന്തായാലും അടുത്തൊരു കൊല്ലം കൊണ്ട് വീടൊക്കെ സ്വന്തമാക്കാട്ടാ, കടങ്ങൾ വീട്ടാൻ പറ്റും. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് നമ്മളോട് പറയണ പോലെയാണ് അത്. ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇവർക്ക് കത്തുള്ളൂ സംഗതി. ഇത് കത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കോഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്നേഹം ഉണ്ടാവാൻ പാടില്ല. സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ സീറ്റില്ല. അപ്പൊ ഒരു പ്രഷറാവും, ട്രിഗർ ആവും ഉള്ളില്. അയ്യോ സീറ്റില്ല, അത് 3 മാസം 6 മാസം ഫുള്ളാകും. അല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി. സാറ് ഒരു 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് പഠിക്കാൻ അപ്പ വിളിച്ചിട്ട് സീറ്റ് നോക്കി വെക്കും. ചിലപ്പോൾ അടുത്ത കൊല്ലം എങ്ങനെ കിട്ടും എന്ന് പറയാം. അപ്പൊ അയാൾ ആകെ എന്താവും, ഡെസ്പാവും. കാരണം മാനസികമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം അയാളുടെ ഉള്ളിൽ ട്രിഗർ ആയിരിക്കുന്നുണ്ടാവും. ഉടനെ അയാള് അടുത്ത ആക്ഷൻ എടുക്കേണ്ട ആളാണെങ്കിൽ നമ്മളോട് ചോദിക്കും എങ്ങനെ കാര്യങ്ങൾ. ചിലർ പറയും എൻ്റെ കയ്യിൽ അത്ര ഉള്ളോ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്തിട്ട് മാനേജറായിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഉള്ള പേയ്മെന്റ് ഇടിപ്പിച്ചിട്ട് ഡേറ്റിലേക്ക് കൊണ്ടുവരണം അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ ഇടിപ്പിക്കണം. പക്ഷെ ഇടിപ്പിക്കുമ്പോൾ നമുക്ക് ടാർഗറ്റ് മുട്ടാണ്ട്, നമുക്ക് ഓക്കെ ഇന്ന് നമ്മൾ ടാർഗറ്റ് എത്തിയിട്ടില്ല മന്ത്രിയുടെ, അപ്പൊ പിടിക്കരുത് പോയിട്ട്. നമുക്ക് ആവശ്യത്തിന് മീനെ ഞങ്ങൾ ഇവിടെ കൊണ്ടിടും. മറ്റുള്ള ടെലികോളിംഗ് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളിലൊക്കെ ഉള്ള എന്താണ്, പോയി പിടിച്ചിട്ട് വാന്ന് പറയും. അവരെന്ത് ചെയ്യും, ഹണ്ടിങ്ങിന് ഇറങ്ങും. ഹണ്ടിങ് ഇസ് വെരി റിസ്ക്, ഭയങ്കര റിസ്ക്കിയാണ്. ഈ ചെയ്യുന്ന ആളും ടയേർഡാവും. മാനം ഓടുകയാണെങ്കിൽ ആ ഓട്ടത്തിന് ചിലപ്പോൾ നമ്മളും കുറച്ച് ഓടേണ്ടി വരും. മനസ്സിലാവണ്ട? കണ്ടമാനം ഓടി എന്താ ഉണ്ടാവുക, ഇയാള് ടയേർഡാവും, അതിൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറോട് ഒരുക്കിയിട്ടുണ്ട്. ഒരു ബിസിനസ് സ്ട്രാറ്റജികൾ എന്താണോ അത് ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സംസാരിക്കുമ്പോഴുള്ള വാക്കുകളുടെ പ്രയോഗം, ഒരു വാക്ക് തെറ്റിയാലും പ്രശ്നമാണ്. ഒരു ഉദാഹരണത്തിന് 1 മാർക്കിന്റെ വില 1 കോടി രൂപയാണ്, 1 സെക്കൻഡിന്റെ വില എത്രയാണ്, 1 കോടി രൂപയാണ്. അപ്പൊ എങ്ങനെ ഇത് 1 സെക്കൻഡിന് 1 കോടി രൂപ എങ്ങനെ വരുന്നത്, എങ്ങനെ 1 മാർക്കിന്? ഈ നീറ്റും സെറ്റൊക്കെ പരീക്ഷകൾ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് അവർ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ തൊട്ട് താഴെ 1 മാർക്കിന് കുറവനായിരിക്കും അവരെന്ത് ചെയ്യേണ്ടി വരിക, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പഠിക്കേണ്ടി വരും. മണ്ടന്മാരെന്നല്ലവരെ. 1 മാർക്ക് ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിൽ ഒന്ന് ഡൗൺ ആയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റാങ്ക് ഹോൾഡർ ആവേണ്ട ആളായിരിക്കും. ഈ 1 മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ
പൈസ ലക്ഷങ്ങൾ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് പല ഹോട്ടൽ മാനേജ്മെന്റ് അല്ല പല MBBS പോലത്തെ കോഴ്സിനും പോണത്. ഒളിമ്പിക്സിൽ എന്താ എല്ലാവരും 5 സെക്കൻഡിനുള്ളിൽ കടന്നു പോയിട്ടുണ്ടാവും. ആ 1 സെക്കൻഡിന്റെ നാനോ സെക്കൻഡ് ആയിരിക്കും ഗോൾഡ് മെഡൽ ഒളിമ്പിക്സ് ലോക റെക്കോർഡ് അടിച്ചിട്ടുണ്ടാവുക. എന്താ കാരണം? 1 സെക്കൻഡിന്റെ മില്ലി സെക്കൻഡ് ആയിരിക്കും അവളുടെ സക്സസ് ഉണ്ടാവുക. ഇതേപോലെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. നമ്മളെ സംസാരിക്കുമ്പോൾ ചിലവരെ നമുക്ക് മനസ്സിലാവും ഇയാളായിട്ട് സംസാരിച്ചാൽ നടക്കുമെന്ന്. അതല്ല, ചിലവര് പറയും വീട് ഞാൻ മറ്റേ ഇളയച്ചന്റെ മോന്റെ കല്യാണം ഉണ്ടായപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലോൺ കൊടുത്തുന്നേ. സൗഹൃദ സംഭാഷണം വരും ഇടയ്ക്ക്. എന്നിട്ട് എന്താ ഇളയമ്മയുടെ മോൻ വന്നിട്ട് അത് വിറ്റു. എന്നിട്ട് അവൻ വെറും കള്ളുപിടിയാ. എന്നിട്ട് അവന്റെ അനിയൻ അവനെ ഗൾഫിൽ കൊണ്ടുപോയി. എന്നിട്ട് ഗൾഫിൽ പോയപ്പോ മറ്റേ അറബിയുടെ ഇവിടെ ചെന്നിട്ട് ഓയിൽ കമ്പനിയിൽ അവിടെ ഭയങ്കര അടിപൊളി ഫുഡ് ആയിരുന്നേ. എന്നിട്ട് അവിടുന്ന് മറ്റേ ജപ്പാന്റെ കമ്പനിയില്ലേ അവരെ ഫ്ലൈറ്റിന്റെ ആള് വന്നിട്ട് ഇവനെ വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് പിന്നെ പോയി ഫ്ലൈറ്റ് എന്ത് രസം ഉണ്ടാക്കണ കാണാൻ. അങ്ങനെ പുതിയ ഫ്ലൈറ്റ് അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ എന്താവും? ഇയാള് ഇങ്ങനെ പറഞ്ഞ് അമ്മായിയുടെ കഥ പറഞ്ഞിട്ട് വേറെ എവിടെ എത്തുണ്ടാവുക? ഊട്ടിയിൽ പൂ പൊട്ടിച്ച കഥയിൽ എത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, വഴിതെറ്റി പോകാണ്ടിരിക്കാൻ. വഴി തെറ്റുമ്പോ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ ഇയാൾ തന്നെ പറയുമ്പോ വീണ്ടും ക്വസ്റ്റ്യൻ ഇടുക. എന്നിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കുക. അപ്പൊ അവര് ആ സാധനം തിന്നിട്ട് തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, കുറച്ച് പറയിപ്പിക്കുക. അല്ലെങ്കിൽ ചിലർ 1 മണിക്കൂർ ഇങ്ങോട്ട് കഥ പറയും. ഇവിടുന്ന് വീട് വിറ്റേന്ന് ജപ്പാനിൽ വിമാനം ഉണ്ടാക്കണേലേക്ക് എത്തിയിട്ടുണ്ടാവും. അത്ര ടൈം നമുക്ക് അവർക്ക് കൊടുക്കാനില്ല. എന്നാൽ അവരെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കേൾക്കണം. അവരുടെ വിഷമങ്ങളും കാര്യവും നമ്മളൊരു ആശ്വാസം വാക്കുകളും കൊടുക്കണം. പിന്നെ നമ്മളെ കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ പഠിച്ചിറങ്ങണവര് അതിന്റെ 100 ഇരട്ടി ആളുണ്ടായാലും ഇൻഡസ്ട്രിയിലെ ആള് ഇല്ലാത്ത പ്രശ്നമാണ്. നഴ്സുമാർ ഇഷ്ടം പോലെ ആയി. എന്തുകൊണ്ടാ? അതിന് നല്ലൊരു സ്കോപ്പ് ഉണ്ട് പറഞ്ഞപ്പോ അടിച്ചു കയറി. അപ്പൊ എന്താവും? അതിന്റെ അവസരങ്ങൾ ഇങ്ങനെ കുറയാൻ തുടങ്ങും. കുക്ക് കിട്ടാനില്ല. അതും ഒരു സമയത്ത് ആളുകൾ തിരിച്ചറിഞ്ഞു ഇത് ഭയങ്കര ശമ്പളമാണ്, നല്ല ഫെസിലിറ്റിയാണ്, എല്ലാ ഫുഡും ചെലവും കഴിഞ്ഞ് 45,000 60,000 കയ്യിൽ ഇങ്ങോട്ട് കിട്ടും, ലിക്വിഡ് മണി എന്ന് മനസ്സിലാകുമ്പോൾ ആളുകൾ ഇതിലേക്ക് അടിച്ചു കയറും. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂഷണമാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. കാരണം ഇവനെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനായിട്ട് 6 മാസത്തിന് വിടും 5 സ്റ്റാർ ഹോട്ടലിലേക്ക്. അവിടെ കൊടുക്കുക 3,000 രൂപ 6,000 രൂപയാണ് മാക്സിമം. നല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലൊക്കെ ഇങ്ങനെ എന്നോട് ഒരു ആൾ പറയാ, കൈ ഇങ്ങനെ പൊക്കുമ്പോ കിടിന്ന് ശബ്ദമാണ് പ്ലേറ്റ് തുടച്ചിട്ട്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ റൂം നിറച്ച് പ്ലേറ്റാ സാറേ, തുടച്ചിട്ട്. ഈ പറയണവൻ ആരാന്നറിയോ? അച്ഛനും അമ്മി നല്ല പൈസ ഉള്ള വീട്ടിലെ ചെക്കൻ പോയിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച കഥയിൽ പറയണത്. കക്കൂസ് മുതൽ എല്ലാം കഴുകണം. അവരങ്ങനെയാണ് പരിശീലിപ്പിച്ചു കൊണ്ടുതന്നെ. പക്ഷെ അത്രയൊന്നും ഇത് യൂട്യൂബിൽ ഉണ്ടാവില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണുക. അല്ലെങ്കിൽ ആയിക്കോട്ടെ, പോയിക്കോളൂ. അല്ല, വിളിക്കേണ്ടതില്ല. യു ആർ റിജക്റ്റഡ്. നമുക്കത് ആവില്ല. ഓക്കെ, ശരി. അപ്പൊ അത് ഒഴിവാക്കിട്ട് നല്ല കാര്യം. നമ്മള് ചില കാര്യങ്ങളിൽ നോ പറയാനും പറ്റണം നമുക്ക്. ഇപ്പൊ നമ്മള് ക്ലാസ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ലേ? ജോലിക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് നമ്മൾ ചോദിച്ചു. ആവശ്യമില്ലാത്തവരൊക്കെ നമ്മൾ പറഞ്ഞു. അത്യാവശ്യമുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊരു നീഡായിരിക്കണം. എനിക്കിതുകൊണ്ട് സമ്പാദിക്കണം, വിജയിക്കണം എന്നുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അക്കോമഡേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റുഡൻസ് നിങ്ങളെ വിളിക്കുമ്പോഴും നമ്മൾ ശരിക്കും അവരെ എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്യണം. ഈ ആള് നമുക്ക് ആവശ്യമാണോ അല്ലേ? ഇയാളെ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടും ഇല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈ ഹണ്ടിങ്, അതുപോലെ ഫണലിന് വേണ്ട എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പുഴയിൽ ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിന്റെ സൈസൊക്കെ നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് കൊണ്ട് തിരിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കുറെ 99 ഒക്കെ ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ടഫായിട്ട് തോന്നിയാ കുറച്ച് ഈസി ആയിട്ട് തന്നെ കിടക്കുന്നില്ലേ? വെറുതെ വിളിക്കുന്നവരുണ്ടാവും. എന്ത് കാര്യത്തിനും വെറുതെ കാഴ്ചക്കാരനായിട്ട് കാണാവുന്നവരുണ്ടാവും. നമ്മൾ പരമാവധി അവരെ ശ്രമിക്കുക.
പിടിക്കാൻ നോക്കരുത്. പിടുത്തം നമ്മളെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് തോന്നുമോ നമ്മളില്ലാതെ ചേട്ടാ ഹീറോന്റെ ബൈക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നാലെ നടന്നിട്ട് ചേട്ടാ അത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടന്നാൽ ഞാൻ എന്താവും? ഞാൻ നേരെ ബജാജിലേക്ക് പോകും. എന്തുകൊണ്ടാ? അവിടെ ഇപ്പൊ തന്നെ കാശ് കൊടുത്ത കിട്ടാണ്ട് മറ്റൊരു ഡിമാൻഡാണ്. ക്യൂ ഭയങ്കര ക്യൂ ആ. തല്ലിപ്പൊളി ഫുഡാണെങ്കിൽ ഭയങ്കര ക്യൂ കണ്ടിട്ട് ചിലപ്പോൾ കയറും. ഭയങ്കര തിരക്കുണ്ടല്ലോ, ഒന്നത് പോയി നോക്കാന്ന് പറയും. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ പറഞ്ഞ ഒരു ക്ലോത്ത് എടുത്തറ ഇവിടെ ഉണ്ട്. അടുത്ത് കസ്റ്റമറിന്റെ ഉള്ളില് 4 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് മയിലിന്റെ ക്യാരക്ടർ, ഒന്ന് പ്രാവിന്റെ ക്യാരക്ടർ, ഒന്ന് മൂങ്ങയുടെ ക്യാരക്ടർ, ഒന്ന് പരുന്തിന്റെ ക്യാരക്ടർ. ഈ 4 ക്യാരക്ടറിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ടെലിക്ലോസിങ് ഈസി ആവുള്ളൂ. ഈ 4 ക്യാരക്ടർ ഇതിനെ കുറിച്ച് മുമ്പ് അറിയുന്നവരുണ്ടോ? ഞാൻ പറഞ്ഞതല്ലാതെ അറിയോ? 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 ഇല്ല. ഇപ്പോ മയിലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന് നമ്മൾ ഒരു സാധനം ഡെലിവറിക്ക് അങ്ങോട്ട് വിട്ടാ അവൻ അങ്ങോട്ട് പോകും. എന്നിട്ട് പറയാം അവിടെ പഞ്ചറായി, അതായി, ഇതായി എന്നൊക്കെ പറയും. അപ്പോ ഇവിടെ വന്നിട്ട് അത് കൺവീൻസ് ചെയ്യും. നമുക്ക് എല്ലാം തർക്കിക്കാൻ പറ്റില്ല. അത്രയും എന്താവും അയാള് അതിനെ കുറിച്ച് പറയും. അപ്പോ ഞാനാണെങ്കിൽ പരുന്തിന്റെ മൂങ്ങയുടെ സ്വഭാവമുള്ള ആളാ. ആണോ? ശരി. എന്നിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കും, അതെ CPM അല്ലേ, അവളെ തിരക്കാനുണ്ടായിരുന്നു ഉച്ചക്ക്? ഇവിടെ ഉച്ചയ്ക്ക് യാതൊരു തിരക്കില്ലല്ലോ, നമ്മളെ പയ്യ വന്നിട്ട് എത്ര സമയം വന്നു? അപ്പൊ തന്നെ കൊടുത്തല്ലോ. അപ്പൊ അവൻ വേറെ സ്ഥലത്ത് ഇറങ്ങാൻ പോയി നമ്മൾ മനസ്സിലാക്കി. ഇങ്ങോട്ട് വായോ, നമുക്ക് തരണ്ടേ ഞാനേ. നമ്മളങ്ങനെ ചിന്തിക്കും. ഇപ്പൊ പരുന്തിന്റെ അടുത്ത് നുണ പറയാൻ പാടില്ല. സത്യനായിട്ട് പറയാം, സാറേ അവിടെ വന്നപ്പോ ഒരു കോള് വന്നു, എന്റെ കാമുകിയായിരുന്നു, ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു, പരുന്ത് ഡീസന്റ് ആവും. സത്യം പറഞ്ഞല്ലോ മതി. മറ്റത് എന്താവും? എന്തെല്ലാരും സാക്കറിന് നോക്കണ്. അപ്പോ അതൊരു ക്യാരക്ടറാണ്. മയില് എന്ന് പറഞ്ഞാൽ കഴിവുള്ളതാണ് കേട്ടാ. മയില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിനോട് വിട്ടാ വെറുതെ നടന്നു പോകുന്ന ആള് പോലും 10 കിലോ ബിരിയാണി വാങ്ങിച്ചോണ്ടാവും. എന്തുകൊണ്ടാ? അയാളെ സംബന്ധിച്ച് നമ്മൾ ഈ 2 ആളെ തിരിച്ചറിയാൻ നമ്മൾ പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ മതി. എന്താ ചോദിക്കണ്ട്? അനിലിനെ ഗണേഷ് പിള്ള എന്ന് വിളിക്കണോ, ഗണേഷ് സാറിന്ന് വിളിക്കണോ, സാറേന്ന് വിളിക്കണോ, ചേട്ടാന്ന് വിളിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സാറിന്ന് വിളിച്ചാൽ മതി. അപ്പൊ തന്നെ എഴുതി വെച്ചാൽ മൂങ്ങിയും പരുന്തിന്റെ ക്യാരക്ടറിന്റെ ഉള്ളിലാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അയ്യോ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി, ഗണേശേന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോ അപ്പൊ അതിന്റെ ഈ ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ചിലവർക്ക് ഇത് 4 ഉണ്ടാവും. 4 ക്യാരക്ടർ അയാളുടെ ഭാഗത്തുണ്ടാവും. ചില സമയത്ത് ചിലത് വരും, മാസൊക്കെ തിരിച്ചു ചില സമയത്ത് വരും. അത് ഒന്നും കുത്തി ഇളക്കി അതിൻ്റെ ഉള്ളിലുള്ളൊക്കെ പുറത്ത് വരുന്ന അറിയില്ലേ, അപ്പോഴത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ നമ്മളെ നൗഷാദ്ക്ക നേരം വൈകി സോറി ഇട്ടാന്ന് പറഞ്ഞാ നൗഷാദ്ക്ക വീണ് അതിന് നേരെ ഉണ്ടാവരുതിട്ടാ, ഒന്ന് കണ്ണീര് വീണ പിന്നെ പറയും വേണ്ട, 2 ദിവസം പണിയെടുത്തിട്ട് കുഴപ്പമില്ലായിട്ട് നോളാൻ പറയും. ചിലവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. നൗഷാദ് സാറേ എന്നെ അങ്ങനെ വിളിക്കാം, നൗഷാന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇയാള് ഇതിലാന്ന്. മൂങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ കണക്കുകളും ഇങ്ങനെ പറക്കിയെടുക്കും. അതുണ്ടോ ഇവരെന്താ ചെയ്യണ്, നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുവോ, അതിന്റെ കൂട്ട് പറഞ്ഞുതരൂ, ഈ കൂട്ട് പറഞ്ഞുതരൂ, ആ കൂട്ട് പറഞ്ഞുതരൂ, മറ്റേ കൂട്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കിടക്കട്ടെ. നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല. അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ഈ 2 വിഭാഗം. ഇവരെ 2 കൂട്ടരും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ചൊടിപ്പിക്കാൻ പാടില്ല, സത്യം പറയണ്ടോ. സ്ട്രാറ്റജി പറയുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അതില് നിങ്ങളാ സേവ് ചെയ്യില്ലേ, ജസ്ന ഇന്ന സ്ഥലം, അടിയിൽ അത് എഴുതി വെച്ചു, എന്നിട്ട് ബ്രാക്കറ്റില് പരുന്ത് പ്രാവ് ഇത് അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എന്തായി? ഈ കോളയാൾ തിരിച്ചു വിളിച്ച ഉടനെ ആ ഫോൺ എടുത്തു, ഇത് ഇന്ന മാഡത്തിന്റെ ആണ്, ആൾക്ക് കൊടുത്തു ഫോണ്, സംസാരിച്ചു. അപ്പൊ പെട്ടെന്ന് ഇത് കാണുമ്പോ പരുന്താണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി? പരുന്തിന് എന്ത് വേണം? പരുന്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കണം.
ഇല്ല സാറേ, അങ്ങനെയാണ് സാറേ. ഭയങ്കര ഇതായിട്ട് സത്യസന്ധമായിട്ട് അവരെങ്ങനെ അവര് വെച്ചാൽ രാജാക്കന്മാരുടെ സ്വഭാവമായിരിക്കും. അത് അവർക്ക് കിട്ടിയിട്ടില്ല, ആ റെസ്പെക്ട് കിട്ടിയില്ല. അവരോട് നുണ പറയാ. അവരോട് അടുത്ത മാസം 10,000 കൂടുന്നു പറഞ്ഞാൽ 10,000 കൂട്ടിയിട്ട് അവരെങ്ങനെ ഫീസ് പിടിക്കാൻ പാടുള്ളൂ. അവർ തരും. ഞാൻ 3 മാസം വിളിച്ച് ടെസ്റ്റ് ചെയ്തപ്പോ അടുത്ത മാസം 10,000 കൂടുന്നു പറഞ്ഞിട്ട് കൂടിയിട്ടില്ലല്ലോ. എന്നാ ഞാൻ പൈസ തരില്ല, ഞാൻ കോഴ്സിന് പോയില്ല. എന്താ അവരുടെ ഉള്ളിൽ എന്താ ട്രിഗർ ആവണം? അപ്പൊ എന്താണ് സംഗതി? ചിലപ്പോ വീട്ടിലൊരു അടപ്പുണ്ടാവില്ല, ആകെ പൊളിഞ്ഞ് പരുന്തിന്റെ സ്വഭാവം കാണിച്ച് കാണിച്ച് എല്ലാരും കൊത്തി എല്ലാരും ആട്ടിയിട്ട് ഒറ്റയ്ക്ക് മുമ്പിൽ ഇരിക്കായിരിക്കും. ഇനി ഒരു രക്ഷയില്ലാണ്ട്. അപ്പോഴാണ് നമുക്ക് വിളിക്കുക. പക്ഷെ നമ്മുടെ അടുത്ത് എന്തും പരുത്തിറങ്ങും. ഈ പരുന്തിനെ പ്രാവാക്കി ഒന്ന് ലൈറ്റ് ആക്കണമെങ്കിൽ എന്റെ കയ്യിൽ കിട്ടണം 10 ദിവസം. അപ്പോഴയാളെന്താ ഉള്ളു, ന്യൂട്രലിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും ബിസിനസ്സുകാരനാവണം. എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെങ്കിലേ കച്ചവടം നടക്കുള്ളൂ, എന്നോരോട് മുഴുവൻ മുഷിഞ്ഞ് സംസാരിച്ച പരിപാടി നടക്കില്ല എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ ടൈം വേണം. ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അയാളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഒരു കോള് വന്നു കഴിഞ്ഞാൽ അയാള് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ട, ചേട്ടാ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി, അയ്യോ എന്നെ അനിൽ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാക്കുക ഇങ്ങനെ 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 ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്നോടൊന്ന് ഡിസ്കഷനിൽ വരിക, നിങ്ങൾ ഏത് ക്യാരക്ടർ. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് മനഃപൂർവ്വം അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടീമിലെ ടീം ലീഡർ ആവാം, ബെനിഫിറ്റുകൾ ഉണ്ടാക്കാം, അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിക്കാം. ഈ കസ്റ്റമർ ഈ 4 ക്യാരക്ടർ ആ സേവിങ്ങിലും കൂടി കൊടുത്താൽ ആര് അറ്റൻഡ് ചെയ്താൽ പോലും ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. ഇയാൾ ആബ്സെന്റ് ആണ്, അടുത്ത ആളുണ്ട്, അയാൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇതിങ്ങനെയാണോ, ഓ യെസ്, അയാളെ ക്യാരക്ടർ അനുസരിച്ചിട്ട്. അപ്പോ മയില് പ്രാവുന്ന എഴുതിയിരിക്കണേ, അനിലേട്ടാ ഫോണ് എന്റെ പേരറിയോ, നമുക്കൊരു പേരെടുത്ത സർപ്രൈസ് ആവോ. നമ്മളെന്ത് ഓക്കെ, എന്താ സുഖാണോ, എന്താ വിശേഷങ്ങള്, എന്താ കോഴ്സിന് വേണ്ടി വിളിച്ചാണല്ലേ, എന്റെ പേരൊക്കെ അറിയാലോ, ഓർമ്മ ഉണ്ടല്ലേ, പിന്നെന്താ, ചേട്ടനെ മറക്കാൻ പറ്റുമോ, എന്റെ മരിച്ച ഒരു ജ്യേഷ്ഠുണ്ട്, അതേപോലെ ഉണ്ട് ശബ്ദം. അപ്പൊ അവർക്കൊരു ലോക്കായി, ഒരു മെന്റൽ ലോക്ക് വീണു എല്ലായിടത്തും. സൈക്കോളജിക്കലി നമ്മളായിട്ട് അവരടുത്തു. ഇങ്ങനെ 4 ക്യാരക്ടർ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം. ഇത് നമ്മളെ ഭർത്താവിലുണ്ടാവും, ഭാര്യയിലുണ്ടാവും, മക്കളിലുണ്ടാവും, ബോസിലുണ്ടാവും, കടയിൽ പോണ കടക്കാരിലുണ്ടാവും, സപ്ലയർ ഉണ്ടാവും, നമ്മൾ വെക്കണ ആളുകളുണ്ടാവും, എല്ലാവരിലും ഉണ്ട് ഈ ക്യാരക്ടറുകൾ. അളവുകൾ അങ്ങനെ കൂടി കുറഞ്ഞു വെക്കും. പിന്നെ അവര് പ്രാക്ടീസിലൂടെ സ്വഭാവം മാറ്റിയെടുക്കാനും പറ്റും. ഒരു കിട്ടിയ ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെ ജോലിക്ക് വെക്കുമ്പോൾ നിങ്ങളെ കൊണ്ടും ഉണ്ട് ഒരു ടെസ്റ്റ് ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ആപ്റ്റ് ആണോ എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അടുത്ത ദിവസം നമ്മൾ ആ ഫോം നിങ്ങൾക്ക് തരും, എന്നിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. പിടികിട്ടണ്ട. ഈ സംഗതികൾ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവുക. രണ്ടാമത്, നമ്മൾ ഒരിക്കലും അവർ പിടിക്കാൻ പോകരുത്. പിടിക്കാൻ വന്നാന്ന് തോന്നിയാ കണ്ടിട്ടില്ലേ, നിങ്ങൾ പൂച്ചേനെ പിടിക്കാനോ അതിലേനെ പിടിക്കാനോ ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി, കൈകൊണ്ട് കിട്ടില്ല, പറക്കും. അതിനെ കെണി വെച്ച് ഫുഡ് കൊടുത്ത് അതിനകത്തേക്ക് വരുത്തി അതിനെ പിടിച്ചുകൊണ്ടുപോവാം. അല്ലെങ്കിൽ അതെന്താവില്ല, നിങ്ങളെ തിരിച്ചുപദ്രവിക്കും. ഇതേപോലെ തന്നെ ഈ ആളുകളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരാളെ അഡ്വാൻസ് കൊണ്ട് ഇട്ടു, നമ്മൾ അപ്പം തന്നെ ഒരു മെസ്സേജ് അയക്കും, ഫീസ് റീഫണ്ട് അല്ല, ഇന്നതാണ് അപ്പം തന്നെ ചെയ്യണം അത്. അല്ലെങ്കിൽ എന്താവും, 2 ദിവസം കഴിയുമ്പോൾ അയാളെ മൈൻഡ് മാറും. ചിലപ്പോൾ മൈൻഡ് മാറും, അങ്ങനെയല്ല, അങ്ങനെ വേണ്ട. അപ്പോൾ അയാൾ 4 ദിവസം കഴിഞ്ഞിട്ട് തലേദിവസം വിളിച്ചിട്ട് എൻ്റെ ഫീസ് മുടക്കി തരണം. അപ്പൊ നമുക്ക് പറയാൻ എന്ത് വേണം, നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുള്ളൂ, വായിച്ചു നോക്കൂ. അപ്പൊ അയാൾ എന്തായി, ബുക്കിംഗ് ചെയ്താൽ പിന്നെ വണ്ടി എടുക്കണം, ബുക്കിംഗ് കോസ്റ്റ് പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ലോക്കായി. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനും അതുപോലെ ഇവിടെ സ്ട്രാറ്റജി ഉണ്ട്. ഓരോ സ്റ്റെപ്പുകളും ചെയ്യുമ്പോൾ അന്വേഷിക്കണം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് സംസാരിക്കാനേ പറ്റില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാതെ എന്താവും, കസ്റ്റമർ കയറി പിടിക്കും. തൊടാൻ പറ്റില്ല, ഡോണ്ട് ടച്ച് മീ. തൊട്ടാ അയാൾ എന്താവും, അലർട്ടാവും, എന്നെ പിടിക്കാൻ വന്നാണുള്ളവര്. അയാൾക്കായിരിക്കണം ആവശ്യം. നമ്മളെ സംസാരം സംഗതി നമുക്ക് അവരെ വേണമെങ്കിലും സംസാരത്തിൽ മുഴുവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചോ. ഇതാ ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്, 5000 സാധനം 1000 കിട്ടണോ, വേണമെങ്കിൽ ഇപ്പൊ എടുത്തോ, ഇനി കിട്ടില്ല കേട്ടാ. സീറ്റ് ഞാൻ ആകെ ഒരു സീറ്റ് ഉള്ളു, അതിലൊരു സീറ്റ് ഉണ്ട് ബാക്കി. ഇത് തന്നെ എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് വിചാരിച്ചത് അങ്ങനെ പറയുന്നത് പാപല്ലേന്ന്. എന്നിട്ട് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞു, രണ്ട് പേര് നമ്മൾ ഒന്നിപ്പിക്കാൻ ചില കാര്യങ്ങൾ പറയാം.
നുണന്നല്ല, ഒരു മര്യാദയിൽ ഒരു നില എത്താൻ ഒരാൾക്കൊരു സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് ഓൾ ഇന്റർനാഷണൽ അംഗീകരിച്ച സ്ട്രാറ്റജികളാണ് ഇതൊക്കെ. ഇങ്ങനെ പറയണം, മനുഷ്യന്റെ മൈൻഡ് അങ്ങനെയാണ്, ആളുകൾ ഇന്നാക്ഷൻ ആണ്. അപ്പൊ ഈ ആക്ഷൻ പഠിച്ചു ഇത് മനസ്സിലാക്കി ചെയ്തപ്പോ ഓക്കെ ഫൈൻ. അല്ലാത്ത നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് വന്നിരുന്നു, അങ്ങനെ പറയാൻ പാടണ്ട. മറ്റേ ഇത് കറക്റ്റ് പറഞ്ഞപ്പോ അവർക്കും ഓക്കെയാണ്. അവരും വന്ന് നോക്കുമ്പോ എല്ലാ ബാച്ചും ഫുള്ളാണ്, അടുത്ത ബാച്ചൊക്കെ ആള് ഫുള്ളായി വരണ. സാറ് പറഞ്ഞ ശരിയാണ്, ഇവിടെ ഹൗസ് ഫുള്ളാണ്. ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരാളെയും കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ തലേദിവസമായിരിക്കും നമ്മൾ എന്ത് ചെയ്താ ഫില്ല് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 മാസത്തേക്ക് ഫുൾ ആയിട്ടുണ്ട്. അതൊക്കെ എന്താണ്, നമ്മളിത് പഠിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീക്കിലി നമ്മളൊരു 1 ക്ലാസ് ഇതിനു വേണ്ടി വെക്കും. സപ്പോസ് ഞാൻ മറന്നു പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ ഓർമ്മിപ്പിച്ച് പിടിച്ച് നിർത്തി ചെയ്യിപ്പിക്കണം. അപ്പൊ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും. കോഴ്സിന്റെ കാര്യങ്ങളും ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇട്ട് കൊടുക്കുക. വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോ ഫുള്ളായിട്ട് കോഴ്സ് കാണാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഫുള്ളായിട്ട് അയാൾ നമ്മളെ കണ്ട യൂട്യൂബ് മനസ്സിലാക്കും ഇയാളെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇയാൾ ഫീസ് നോക്കാൻ വന്നതാ. അപ്പൊ ആ ആഴ്ച ഫുള്ളായിട്ട് നമ്മളെ വീഡിയോ അങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കും. വീഡിയോ എന്തുകൊണ്ടാ, ഇയാൾക്ക് ഫീസ് അറിയാൻ വന്നതാ. വെറുതെ ഒരു വീഡിയോ, വെറുതെ ഒരു മാറ്റർ അല്ല. നമ്മളെ യൂട്യൂബ് ലിങ്കാണ് ചെല്ലേണ്ടത്, ഫേസ്ബുക്ക് ലിങ്കാണ് ചെല്ലണമെങ്കിൽ അത് കാണുമ്പോൾ അയാൾ എന്താവും, അൽഗോരിതം മനസ്സിലാക്കും, അതിന്റെ സിസ്റ്റം മനസ്സിലാക്കും. ഇയാൾക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിലൂടെ ഒരാഴ്ച ഓട്ടോമാറ്റിക് ഫീഡിങ് നടക്കും വീഡിയോ ഇട്ട് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ് നിർത്തിയിട്ട് വീഡിയോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫോളോ അപ്പ് ചെയ്യുക. സാർ കണ്ടോ? ഒരു പറയും ആ ഞാൻ കണ്ടു, ഇങ്ങനെയാണ്, ഓക്കെ റെഡി സാർ, ഇനി എന്താ അറിയണ്ടേ, അങ്ങനെ ക്ലാരിറ്റി കൊടുക്കുക. പിന്നെ പിടിക്കാറായി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാനേജർ ഇരുന്ന് സംസാരിക്കണമൊക്കെ കേൾക്കുക. 2-3 ദിവസം ഒബ്സർവ് ചെയ്യണം എന്താ എങ്ങനെയാന്നുള്ളത്. വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെക്കൻഡിന്റെയും ഒരു മാർക്കിന്റെയും വില. അതുപോലെയാണ് ഒരു വാക്ക് നമ്മൾ പറയണ ഒരു തെരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അവർ സസ്പെക്റ്റോ വെറുതെ അപ്പൊ ആളില്ല നമ്മളെ മാത്രം, അങ്ങനെ ഫീല് വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത് മനഃപൂർവ്വം ശ്രദ്ധിക്കണം. പിന്നെ ചിന്തിക്കണത് മുഴുവൻ സംസാരിക്കരുത്. എഴുതിക്കോളൂ. സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരു സെക്കൻഡ് ബ്രെയിനിലേക്ക് ഇട്ടിട്ട് ചിന്തിക്കണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒരു സെക്കൻഡ് ബ്രെയിനിലേക്ക് ഇടുക. അപ്പൊ നമുക്ക് സംസാരത്തിന്റെ തോത് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ മൈൻഡിൽ കുറെ ചിന്തകൾ ഉണ്ടാവും. ഒരാളെ കയ്യിൽ കിട്ടിച്ചിട്ട് സാറേ ബേക്കറി ഫ്രീ ആണ്, അത് ഫ്രീ ആണ്, ഞാനിപ്പോ ഈ പറഞ്ഞ 1 മണിക്കൂർ ക്ലാസ് മുഴുവൻ എന്ത് ചെയ്യണം, അതും കൊടുക്കരുത്. അതിനാദ്യം നമ്മൾ അയാളെ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമം വേണം. അത് ഇവിടുത്തെ ആംബിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഏറെക്കുറെ അതിന് വേണ്ടൊരു ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ രീതിയിൽ കണ്ടിരുന്ന സാധനം എന്താ വെച്ചാൽ ഡയറക്റ്റ് 99 കോഴ്സിന് വേണ്ടി മാത്രം അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ തന്നെ ഉണ്ടാവും ഈ കോഴ്സ് എടുക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ പെട്ടെന്ന് അവരെ 99 ആളുകൾ വിളിക്കുമ്പോൾ അയാൾ എന്തിനാ വിളിച്ചെന്ന് ആദ്യം കൺഫേം ചെയ്യണം. നമ്മൾ 99 എന്ന് പറയുന്നത് ഫസ്റ്റ് അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ 2 മണിക്കൂർ അവരെ കേൾപ്പിക്കുകയാണ്. അപ്പൊ തന്നെ അവരെന്ത് ചെയ്യും, കൺവിൻസിങ് ആവും. 2 മണിക്കൂർ കണ്ടിന്യൂസ് നമ്മളെ കേൾക്കുകയാണ് അവര്, ഡിസ്റ്റർബൻസ് ഇല്ലാതെ. കേട്ട് കഴിഞ്ഞാൽ അയാൾ നമുക്ക് പേയ്മെന്റ് ഇടാനുള്ള ചാൻസസ് കൂടി. വിളിക്കുന്ന ആളുകൾ എന്തിനാണ് വിളിച്ചതെന്ന് കൺഫേം ചെയ്യണം. ചിലപ്പോൾ ഡയറക്റ്റ് കോഴ്സിനായിരിക്കും. അയാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യരുത്, 99 ബക്കറ്റിലേക്ക് ഇടരുത്. ഇല്ല, അയാൾക്ക് 1 ഡേ ബിരിയാണിയാണ്, അപ്പോൾ ബിരിയാണിയുടെ 1 ഡേ ആണ് പഠിക്കേണ്ടത് വെച്ചെങ്കിൽ അതിനൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ ഡേറ്റിലേക്ക് എന്ത് ചെയ്യണം, എല്ലാത്തിനും ഫീസ് ഇത്രയാണ്, ഇത്ര കുറവിൽ ഇപ്പൊ കിട്ടും, 2 സീറ്റ് 1 സീറ്റ്, ദാറ്റ്സ് ഓൾ. ചില കസ്റ്റമർ അടുത്ത് നമ്മൾ പറയേണ്ടി വരും. 2-3 പേരും കൂടി സംസാരിച്ച് വെച്ചിട്ടുണ്ട്, ആരെ പേയ്മെന്റ് ഫസ്റ്റ് ഇടുന്ന വെച്ചാൽ അവർക്ക് കൺഫേം ആകൂട്ടാ സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാണ്ടോ? താങ്ക് യു. അല്ല, ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾ അർജന്റായിട്ട് കോഴ്സ് ചേരാൻ നിൽക്കായിരിക്കും. അയാൾ എന്തിനാണ് വന്നത് വെച്ചെങ്കിൽ അതിനെ കുറിച്ചിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുക, അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാതെ എല്ലാ വീഡിയോ എടുത്തിട്ട് അയാൾക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പൊ ചിലപ്പോൾ അയാൾ നേരിട്ട് 40,000 കോഴ്സിന് ചേരാനോ വന്നിട്ടുണ്ടാവുക. അയാളെ പിടിച്ചിട്ട് 99 വെറുതെ ഇടണ്ട. അപ്പൊ അയാളൊരു അതിനൊക്കെ മറുപടി കൊടുക്കാം.
പക്ഷെ അപ്പൊ നമുക്ക് പറഞ്ഞൂടെ നിങ്ങൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത കുറെ അപ്പൊ പറയാം നിങ്ങൾക്ക് കണ്ടമാനം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റ് കോഴ്സിനാണോ ചോദിക്കുക. അപ്പൊ അവർ പറയും ചിലപ്പോൾ അല്ല എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്, അന്ന് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തോളം പറയും. ചിലർ പറയും എനിക്ക് കോഴ്സിന് വേണ്ടിയിട്ടാണ്, എങ്ങനെ 20 ദിവസം. അപ്പൊ അയാൾ പിടിച്ച് 99 ഇടണം എന്നില്ല. നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടിട്ടെന്ന് ചോദിക്കുക. 1 മാസമായിട്ട് സബ്സ്ക്രൈബ് ആണ് വീഡിയോസ് കാണുന്നത് പറഞ്ഞാൽ പിന്നെ അയാളെ വെബിനാറിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഹി ഈസ് ഓൾറെഡി കൺവിൻസ്ഡ്. കൺവിൻസ്ഡ് ആയിരിക്കും. പിന്നെ അയാളെ വീണ്ടും 99 ഇട്ടിട്ട് കുഴപ്പിക്കണ്ട. അത് നമ്മൾ ഫസ്റ്റ് കോൾ വരുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്യണം, ചെക്ക് ചെയ്യണം. റെഡി? ഡൗട്ട്? ഫിനിഷ്? ഓഫ്.